അറിവ് നേടാനായുള്ള ആഗ്രഹം അല്ലെങ്കിൽ അതിലൊരു ദാഹം ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ് ഒരു വിദ്യാർത്ഥി. അത്തരത്തിലൊരു വിദ്യാർത്ഥിയാണ് കണ്ണൂർ ആറ്റടപ്പയിലെ 63 വയസ്സ് പ്രായമുള്ള വി പ്രേമരാജൻ എന്ന മുൻ ബഹറിൻ പ്രവാസി. ബഹറിൻ പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ തിരികെ എത്തി +2 പരീക്ഷയും പാസ്സായ പ്രേമരാജൻ ഇപ്പോഴിതാ ഒരു BA ബിരുദവും സ്വന്തമാക്കിയിരിക്കുന്നു. ആരെയും പ്രചോദിപ്പിക്കുന്ന ആ വിജയകഥ അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. SLC ഞാൻ 1978 ബാച്ച് കൂടാളി ഹൈസ്കൂൾ ആണ് എൻ്റെ SSLC വരെയുള്ള പഠനം. പിന്നീട് ഞാൻ ഗൾഫിലേക്ക് 1987 ഗൾഫിലേക്ക് വരുന്നത്. അങ്ങനെ ബഹ്റിനിലെ സൽമാദിലുള്ള സെയ്ദ് വർക്ക്ഷോപ്പ് സർവീസസ് ആൻഡ് ഗാരേജ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഞാൻ 30 കൊല്ലം അതേ കമ്പനി തന്നെയാണ് ഞാൻ ജോലി ചെയ്തിട്ടുള്ളത്. 2016 ഏപ്രിൽ 9 ഞാൻ നാട്ടിൽ വന്നു. ഒരു ദിവസം ചെമ്പിലോട് തുടർ വിദ്യാഭ്യാസ കേന്ദ്രത്തിൻ്റെ ഒരു പരസ്യം പത്രത്തിൽ ഞാൻ കണ്ടു. അതായത് സാക്ഷരതയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് +2 സമാന വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതി ഈ വർഷവും ഇന്ന് ദിവസം ആരംഭിക്കുന്നതാണ്. ഇതിന് ആപ്ലിക്കേഷൻ സ്വീകരിക്കാൻ തുടങ്ങുന്ന പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കണ്ണൂർ GVHSS ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 ചേർന്നു. പിന്നെ അപ്പോൾ അങ്ങനെ +2 പഠനം ഞാനവിടെ പൂർത്തിയാക്കി. അപ്പോൾ ഈ ഗവൺമെൻറ് ഈ +2ൻ്റെ ഈ പരീക്ഷയിൽ ആർക്കും അതുവരെ ഫുൾ A+ കിട്ടിയിട്ടില്ല. ആ വർഷം 2021 സെപ്റ്റംബറിൽ ആ റിസൾട്ട് വന്നപ്പോൾ എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഭയങ്കര ആഘോഷവും കാര്യങ്ങളെല്ലാം പിന്നെ ജില്ലാ പഞ്ചായത്തും നമ്മളെ കോർപ്പറേഷനും നമ്മളെ പഞ്ചായത്ത് മറ്റുള്ള സാമൂഹ്യ സംഘടനകളെല്ലാം സംഘടിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അവിടുന്ന് ഞാൻ നേരെ ഈ സെപ്റ്റംബറിലാണ് പരീക്ഷ കഴിയുന്നത്. നവംബറിൽ ഇത് BA SDC സ്കൂൾ ഓഫ് ബിസിനസ് എഡ്യൂക്കേഷനിൽ 3 വർഷം മടപ്പള്ളി കോളേജിലാണ് അതിൻ്റെ സെൻറ്റർ. അപ്പോൾ പല സ്ഥലത്ത് പോയിട്ടാണ് പരീക്ഷ. ഗവൺമെൻറ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം ഉള്ള ബിരുദത്തിലേക്ക് എത്തി. 63 വയസ്സായി. പക്ഷേങ്കിൽ ഇത് പഠനത്തിന് അതൊന്നും ഒരു തടസ്സമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പഠനം എന്ന് പറഞ്ഞാൽ ഒരു കലയായിട്ട് കൊണ്ടുപോകാനാണ് എനിക്കിഷ്ടം. അതുകൂടാണ്ട് ഞാൻ ഇവിടെ ആറ്റടപ്പ ഗ്രാമോദ്ധാരണ വായനശാലൻ്റെ സെക്രട്ടറിയാണ്. വായനശാലൻ്റെ എല്ലാ പ്രവർത്തനത്തിനും എൻ്റെ പഠനം ഉപകരിക്കുന്നുണ്ട്. പ്രവാസ ജീവിതത്തിൽ ഉടനീളം പിന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പഠനം ഉണ്ട്. പക്ഷേ ഗൾഫിലുള്ള ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാലോ. രാവിലെ 5 മണിക്ക് തുടങ്ങി രാത്രി 7-8 മണി വരെ ജോലി. പിന്നെ പ്രതിഭാ പ്രവർത്തനം ഉണ്ട് അവിടെ. അപ്പോൾ അതൊരു 2-3 മണിക്കൂർ അങ്ങനെയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 10-11 മണിയാവും കിടന്നിറങ്ങി കുറച്ച് മണിക്കാനാവുമല്ലോ. വേറെ സുഹൃത്തുക്കൾ ഇപ്പം തുടരുന്നുണ്ട് സുഹൃത്ത് ബന്ധം. നമ്മളെ പ്രതിഭയിലുള്ള ശ്രീജിത്ത്, ഷെരീഫ്, മിജോഷ്, CV നാരായണേട്ടൻ, പിന്നെ നാട്ടിൽ PT നാരായണൻ, പിന്നെ ബഹ്റിനിൽ നല്ല ചാരിറ്റി വർക്ക് സൽമാദിലുള്ള പ്രതിഭ പ്രവർത്തകർ കാഴ്ചവെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ അന്ന് ബഹ്റിനിൽ നിന്ന് എനിക്ക് ഉള്ളത്. എൻ്റെ 2 കുട്ടികൾ പിന്നെ ഡോക്ടർമാരാണ്. അവരെ പഠിപ്പിച്ചാണ് ഡോക്ടർമാരാക്കി. പിന്നെ ഞാൻ വന്ന സമയത്ത് എൻ്റെ അനിയത്തിനെ ഞാൻ പഠിപ്പിച്ച് അവളെ ടീച്ചറാക്കി. പിന്നെ കുട്ടികളും കുടുംബവും എനിക്ക് പരിപൂർണമായ സപ്പോർട്ട് എനിക്ക് തരുന്നുണ്ട്. ഞാൻ രാത്രി കുറച്ച് നേരത്തെ കിടന്നുറങ്ങും. ഇപ്പോൾ ഈ 4-5 കൊല്ലമായിട്ട് തന്നെയാണ് എനിക്ക് പണി. 4 മണിക്ക് എണീക്കുക, 7:30 വരെ പഠിക്കുക. ഈ പഠനം എന്ന് പറയുന്നത് വെറും ജോലിക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമല്ല. പറ്റുമെങ്കിൽ ഞാൻ LLBക്ക് തന്നെ ചേർന്ന് പഠിക്കുകയും ചെയ്യും. പറ്റാത്ത പക്ഷം അടുത്ത MAക്കോ അല്ലെങ്കിൽ അങ്ങനെ ഹിസ്റ്ററി മെയിനായിട്ട് എടുത്തിട്ടുള്ള മറ്റ് മേഖലയിലേക്ക് കിടക്കും. ഞാൻ ഈ പഠനം ഒരിക്കലും തുടരില്ല കേട്ടോ. പിന്നെ മരിക്കുന്നവരെ തുടരും. എന്തൊരു ഉത്സാഹമാണ് ആ വാക്കുകളിൽ. ഒരു പ്രായം കഴിഞ്ഞു പോയാൽ ഇനി തന്നെ കൊണ്ടൊന്നും സാധിക്കില്ലെന്ന് കരുതുന്നവർക്ക് ഒരു പ്രചോദനമായി മാറട്ടെ ആറ്റടപ്പയിലെ ഈ മുൻ ബഹ്റിൻ പ്രവാസിയുടെ വാക്കുകൾ.